രാവിലെ തന്നെ ഒരു കാലണ്ടർ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതിരുന്ന് ഡിസൈൻ ചെയ്ത് പ്രിന്റ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചു. അപ്പോഴാണ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കുന്നത്, ഫോട്ടോ കലണ്ടറിനെക്കാട്ടിലും വലുതാണ്. മൂട് പോയി. പിന്നെ അതങ്ങോട്ട് മാറ്റി വെച്ച് വേറൊരു പണിയില്ല. കാവ്യയുടെ കോളേജിൽ ഇന്ന് ഒരു സ്റ്റോൾ ഇടുന്നുണ്ടത്രേ. സോ അവിടെ കൊടുക്കാൻ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് ഉണ്ടായിരുന്ന കുറച്ച് മുത്ത് വെച്ചിട്ട് കുറച്ച് ആംഗ്ലേറ്റ്സും മാലയുണ്ടായി. അല്ല, മലയാള തനിമയുള്ള പേരും ഇട്ട് കൊടുത്തു. എങ്ങനെയുണ്ട് പേര്? ChatGPT സജസ്റ്റ് ചെയ്തതാ. പിന്നെ വേഗം റെഡിയായി കാവ്യയുടെ കോളേജിൽ പോയി സാധനവും കൊടുത്ത് നേരെ എന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി. ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് ഞാൻ എത്തിപ്പെട്ടതെങ്കിലും ഇപ്പൊ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യം. എന്നിട്ട് നേരെ കാവ്യയുടെ കോളേജിൽ വന്ന് സ്റ്റോളിൽ നോക്കിയപ്പം എന്റെ സാധനങ്ങളൊന്നും വെച്ചിട്ട് അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ കാവ്യയുടെ അടുത്ത് എന്താ വെക്കാത്തെന്ന് ചോദിച്ചപ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കി. ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം സോൾഡ് ഔട്ട് ആയി. പിന്നെ കുറച്ചു നേരം കാവ്യയുടെ കൂടെ ഇരുന്ന് ഒരു ചായയും കുടിച്ചിട്ട് നേരെ ജാമിങ് സെഷനിലേക്ക് പോയി. ഐ മെൻഷൻ നോ, ഇറ്റ്സ് മോർ ലൈക്ക് മൈ കോളേജ് നൗ. അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആ ലൈറ്റ് ആയിരുന്നു.